അതെ, ഇന്ന് നമുക്ക് നല്ല ആലപ്പുഴ സ്റ്റൈൽ നാടൻ കേരക്കറി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ചട്ടി അടപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ കടുകും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് അതങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളി ഇടാം. നമ്മളിവിടെ ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത്. ചില നാട്ടിലൊക്കെ സബോള ഉപയോഗിക്കും. പക്ഷേ സബോള ഉപയോഗിച്ചാലേ അധിക ദിവസം നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ലേ, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ എല്ലാം ഇട്ട് അതെല്ലാം നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ സമയത്തെ ഈ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ടാണ് നേരത്തെ പുക കണ്ടത്. ഫ്ലെയിമൊക്കെ കുറച്ച് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നേരത്തെ ഇതെല്ലാം ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് മീനുമൊക്കെ കഴുകി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ തന്നെ ഈ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും നമ്മുടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും നമ്മുടെ ചില സമയത്ത് ഞങ്ങൾ മല്ലിപ്പൊടി ഇട്ടാണ് കറി വെക്കുന്നത്. നമുക്ക് ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെന്നാണെങ്കിൽ മല്ലിപ്പൊടി ഇടും. ഇല്ലയെന്നാണെങ്കിൽ നല്ല കാശ്മീരി മുളകും ഇച്ചിരി എരിവിൻ്റെ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മുളകിൽ മാത്രമാണ് വെക്കുന്നത്. ഇപ്പം നമ്മളിത് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് മല്ലിപ്പൊടി ഇട്ടത്. ഇത് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ മാറ്റി പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ എണ്ണയിൽ എടുത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മുടെ പൊടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒക്കെ എടുത്ത് ഇഞ്ചിയും ഉള്ളിയും ഒക്കെ എല്ലാം വഴറ്റി വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറി എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് അത് മൂപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പൊടിയുടെ പച്ചമണം ഉണ്ടാവൂ. അതിനുശേഷം നമ്മൾ കുറച്ചൊരു വെള്ളത്തിലേക്ക് പുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വെള്ളവും പുളിയുമായിട്ട് ആ പുളിയും വെള്ളവും കൂടെ ഈ മീൻകറി വറ്റി വന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ആ പുളിയും നമ്മുടെ ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടെ നമ്മുടെ മീൻ എന്തോരം വെള്ളം വേകാൻ വേണ്ടി വെള്ളം ആവശ്യമാണോ അതനുസരിച്ച് നമ്മുടെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ സ്റ്റേജിനാണ് നമ്മൾ ഉപ്പിടുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിന് മീനും പിടിക്കാനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് തിള വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ചിലവർ ഈ മീൻ കറിയോട് വെക്കുമ്പോൾ തന്നെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. നമ്മളങ്ങനെയല്ല, തിള വന്നതിന് ശേഷമാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മീനെല്ലാം ഓരോരോ കഷ്ണങ്ങളാക്കി പെറുക്കി നല്ല കേരയുടെ തലയും ഇത് ചെറിയ കുടുക്കയാണ്. ഇവിടങ്ങളിൽ കുമ്പിൾ കുടുക്ക എന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയെല്ലാം തിളച്ച് മീനെല്ലാം വെച്ച് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ എടുത്ത് നമ്മുടെ വറ്റി വന്ന കേരക്കറി മുകളിൽ കണ്ട നല്ല എണ്ണയൊക്കെ തെളിച്ച് നല്ല കുറുകിയിരിക്കുന്ന കേരക്കറിയും അതിൻ്റെ ചാറും വായി വെള്ളം വരുന്നേ. ഒരു കേര കഷ്ണം കൂടെ എടുത്ത് വെച്ച് അതിൽ നിന്ന് കുറച്ച് കേര മാറ്റി വെച്ചതിൻ്റെ വറുത്തും കൂടെ എടുത്ത് അതിൻ്റെ 2 കഷ്ണം എടുത്ത് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.